Dear students, we had been discussing of political parties. Today, we discuss of classification of political parties. In the previous class, we had been discussing of the functions of political parties, and today we discuss of the classification of political parties. Political parties and political systems, party systems. We may classify the party into single party, bi-party and multi-party systems. 3 തരത്തിലുള്ള പാർട്ടി സമ്പ്രദായമാണ് ലോകത്ത് നിലവിലുള്ളത്. ഏകപാർട്ടി സമ്പ്രദായം, ഇരട്ടപ്പാർട്ടി സമ്പ്രദായം അല്ലെങ്കിൽ ബഹുപാർട്ടി സമ്പ്രദായം. സിംഗിൾ പാർട്ടി, ബൈപാർട്ടി ആൻഡ് മൾട്ടി പാർട്ടി സിസ്റ്റംസ്. Single party system. Single party system is referred to a party system where only one party dominates in the politics of that country. അപ്പോൾ സിംഗിൾ പാർട്ടി എന്നാൽ ഒരു രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് ഒരു പാർട്ടിയുടെ മേൽക്കോയ്മ മേധാവിത്വമുള്ളതിനെയാണ് സിംഗിൾ പാർട്ടി എന്ന് പറയും. ദർ മേ ബി അതർ പാർട്ടീസ് ബട്ട് ദേ ആർ നോട്ട് പോപ്പുലർ, ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് സ്ട്രോങ് ഇനഫ് ടു സെക്യൂർ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് വോട്ട്സ് to form government or an effective opposition. It doesn't mean that there is only a single political party. There may be other political parties, but these political parties are not popular, influential and strong enough to attain political power or not an effective opposition. അപ്പോൾ സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൽ ഒരു പാർട്ടിയുടെ വ്യക്തമായ മേധാവിത്വമുള്ളതിനെയാണ് സിംഗിൾ പാർട്ടി സിസ്റ്റം എന്ന് പറയും. അവിടെ മറ്റു പാർട്ടികളുണ്ടാവാം, പക്ഷേ ആ പാർട്ടികളൊന്നും തന്നെ അധികാരത്തിലെത്തുവാനോ ശക്തമായൊരു പ്രതിപക്ഷ കക്ഷിയായി മാറുവാനോ മാത്രം ശക്തവും പോപ്പുലറും സ്ട്രോങ്ങും ഇൻഫ്ലുവൻഷ്യലും ഒന്നും ആയിരിക്കില്ല. അതിനർത്ഥം ഒരു പാർട്ടിയുടെ വ്യക്തമായ മേധാവിത്വം, അതിനെയാണ് സിംഗിൾ പാർട്ടി സിസ്റ്റം എന്ന് പറയും. ഇൻ എ സിംഗിൾ പാർട്ടി സിസ്റ്റം ദി അതോറിറ്റി ഓഫ് ദി പാർട്ടി ഈസ് ടോട്ടാലിറ്റേറിയൻ. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൽ ആ സിംഗിൾ പാർട്ടിയുടെ അധികാരം എന്ന് പറയുന്നത് ടോട്ടാലിറ്റേറിയനാണ്, സമഗ്രാധിപത്യമാണ്. മറ്റൊരു രാഷ്ട്രീയ കക്ഷികൾക്കും യാതൊരു പ്രാധാന്യവും ഉണ്ടാകുന്നില്ല. യെസ്, ദർ മേ ബി അതർ പൊളിറ്റിക്കൽ പാർട്ടീസ്, ബട്ട് അവർക്കൊരിക്കലും ഒരു മേധാവിത്വം ഉണ്ടാകുന്നില്ല, അവർക്കൊരിക്കലും ഒരു ഭരണത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയില്ല. ഒരു പ്രതിപക്ഷമായിട്ട് പോലും, ശക്തമായ പ്രതിപക്ഷമായിട്ട് പോലും നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെയാണ് സിംഗിൾ പാർട്ടി സിസ്റ്റം എന്ന് പറയും. The single party becomes the engine of the whole life of the nation. അപ്പോൾ ആ രാഷ്ട്രീയ കക്ഷിയാണ് ആ രാജ്യത്തിൻ്റെ സമസ്ത മേഖലയെ നിയന്ത്രിക്കുക. അങ്ങനെ മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മാത്രം ഒരു രാജ്യത്തിലെ രാഷ്ട്രീയ രംഗത്ത് അപ്രമാദിത്വമുള്ളതിനെയാണ് സിംഗിൾ പാർട്ടി സിസ്റ്റം എന്ന് പറയും. അതിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. മെറിറ്റ്സ് ഓഫ് സിംഗിൾ പാർട്ടി സിസ്റ്റം. എന്താണ് ഒരു സിംഗിൾ പാർട്ടി മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മാത്രം മേധാവിത്വമുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ രംഗമാണ് ഒരു രാജ്യത്തുള്ളതെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങൾ? ഒന്നാമത്തെ നേട്ടം മെറിറ്റ്. സിംഗിൾ പാർട്ടി സിസ്റ്റം ക്യാൻ പ്രൊവൈഡ് എ സ്റ്റേബിൾ ഗവൺമെൻറ്. ഒരു സ്ഥിരതയുള്ള ഗവൺമെൻറ്റിന്, ഒരു ഭരണകൂടത്തിന് നേതൃത്വം നൽകുവാൻ സിംഗിൾ പാർട്ടി സിസ്റ്റത്തിന് സാധിക്കും. 2, ഇറ്റ് ഈസ് സൂട്ടഡ് ഫോർ അൺഡെവലപ്ഡ് കൺട്രീസ് വിച്ച് കനോട്ട് അഫോർഡ് ദി വേസ്റ്റ്ഫുൾ ലക്ഷറി ഓഫ് ഫ്രീക്വൻറ്റ് ഇലക്ഷൻസ് ആൻഡ് എക്സ്പെൻസീവ് ഇലക്ഷൻ ക്യാമ്പയിൻസ്. നമുക്കറിയാം, ഇലക്ഷൻ ഒരു ചിലവേറിയ പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഫ്രീക്വൻ്റായ ഇലക്ഷൻ, തുടരെ വരുന്ന ഇലക്ഷനുകൾ ഒരു അവികസിത രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ഒരുപാട് ബാധിക്കും. അതേസമയത്ത് ഇഫ് ദർ ഈസ് ഓൺലി എ സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടി, അവിടെ ഒരു സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാത്രമാണെങ്കിൽ ഈ ഫ്രീക്വൻ്റ് ഇലക്ഷൻ ഉണ്ടാകുന്നില്ല, ഇലക്ഷൻ ക്യാമ്പയിനുകൾക്കായിട്ട്, ഇലക്ഷൻ പ്രചരണങ്ങളായിട്ട് അധികം ചിലവഴിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ഒരുപാട് വേസ്റ്റ്ഫുള്ളായിട്ടുള്ള ലക്ഷറീസ്, ആഡംബരങ്ങൾ, തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുവാൻ സാധിക്കും ഒരു രാജ്യത്ത് സിംഗിൾ പാർട്ടി സിസ്റ്റമാണെങ്കിൽ. പ്രത്യേകിച്ചും അൺഡെവലപ്ഡ് കൺട്രിയിലാണെങ്കിൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണെങ്കിൽ ഏറ്റവും സൂട്ട് സിംഗിൾ പാർട്ടി സിസ്റ്റമാണെന്നാണ് പറയപ്പെടുക. മൂന്നാമതായി, ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ആൻ എഫിഷ്യൻറ്റ് ഗവൺമെൻറ് ആൻഡ് ക്യാൻ ബ്രിങ് റാപ്പിഡ് പ്രോസ്പെരിറ്റി ടു ദ കൺട്രി. അതുപോലെ തന്നെ ഒരു എഫിഷ്യൻ്റായി, ഒരു കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ ഒരു രാജ്യത്തിന് സാധിക്കും അവിടെ ഒരു സിംഗിൾ പാർട്ടിയുടെ ഭരണമാണെങ്കിൽ. അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഐശ്വര്യസമ്പൂർണമായ രീതിയിൽ ആ രാജ്യത്തെ മുന്നോട്ടേക്ക് വേഗത്തിൽ നയിക്കുവാൻ ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റമാണെങ്കിൽ സാധിക്കും.
മറ്റ് രാഷ്ട്രീയ കക്ഷികളുടേതായ ഇടപെടലുകളില്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷി അവരുടെ വ്യക്തമായ ബോധത്തോടുകൂടി കൃത്യമായ പരിപാടികളോടുകൂടി രാജ്യഭരണം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുമെന്നതാണ് മൂന്നാമത്തെ നേട്ടമായി പറയുക. 4. There will be no conflict between the party and the government since members of one are also members of the other. അതുപോലെ തന്നെ ഭരിക്കുന്ന ഗവൺമെൻറ്റും രാഷ്ട്രീയ കക്ഷിയും തമ്മിൽ യാതൊരുവിധ തർക്കങ്ങൾക്കും സാധ്യതയില്ല. കാരണം രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ തന്നെയാണ് ഗവൺമെൻറ്റിലെയും അംഗങ്ങൾ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ്, അതായത് ഒരേ ആൾ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗവും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലെ അംഗവും. അപ്പോൾ അവിടെ ഒരു തർക്കങ്ങൾ ഉണ്ടാകുവാൻ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഈ സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൻ്റെ നേട്ടമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം. മറ്റൊന്ന്, സിംഗിൾ പാർട്ടി സിസ്റ്റം ഈസ് ഏബിൾ ടു അച്ചീവ് നാഷണൽ ആൻഡ് സോഷ്യൽ യൂണിറ്റി. അപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷി മാത്രം ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ എല്ലാ ജനങ്ങളും തന്നെ ആ രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാകുമ്പോൾ അതൊരു ദേശീയ തലത്തിലുള്ള സാമൂഹികമായ ഒരു യൂണിറ്റിക്ക് വഴിയൊരുക്കും. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളോ വ്യത്യസ്തങ്ങളായ ആശയങ്ങളോ ഏറ്റുമുട്ടലുകളോ ഇല്ലാതെ ഒരു സോഷ്യൽ ആൻഡ് നാഷണൽ യൂണിറ്റിക്ക് ഉതകുന്നതാണ് സിംഗിൾ പാർട്ടി സിസ്റ്റം എന്നാണ് ഇതിൻ്റെ മെറിറ്റിൽ പറയുക. മറ്റൊന്ന്, ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ക്ലാസസ് ആൻഡ് ക്ലാഷസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ക്ലാസുകളും എല്ലാം ഉണ്ട്, വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ പ്രതീക്ഷകളുണ്ട്, വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളുണ്ട്. അവയൊന്നുമില്ലാതെ ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. കാരണം എല്ലാ ജനങ്ങളും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാവുകയും ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു രീതിയിലുള്ളൊരു മിസ്റ്റേക്കിന് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൻ്റെ മെറിറ്റായിട്ട് പറയുക. ഒന്നാമതായി, ഇതിനൊരു സ്ഥിരതയുള്ള ഗവൺമെൻറ്റിനെ നൽകുവാൻ സാധിക്കും. അതുപോലെ തന്നെ കൂടെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കി അതിൻ്റെ ഇലക്ഷൻ ചെലവുകൾ ഒഴിവാക്കി ഒരു അവികസിത രാജ്യത്ത് ഏറ്റവും നല്ലത് ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റമാണെന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന്, രാജ്യത്തിന് വളരെ വേഗതയിലുള്ള ഡെവലപ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുവാൻ ഈ സ്റ്റേബിളായ ഗവൺമെൻറ്റിന് സാധിക്കും. മറ്റൊന്ന്, പാർട്ടിയും ഭരണകൂടവും തമ്മിലുള്ള തർക്കങ്ങൾ സ്വാഭാവികപരമായി ഇല്ലാതാകും. രണ്ടും ഒന്ന് തന്നെയാണ്. മറ്റൊന്ന്, ദേശീയവും സാമൂഹികവുമായ ഒരു യൂണിറ്റി ഈ സംവിധാനത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന്, സമൂഹം പല വിഭാഗങ്ങളെ തിരിക്കപ്പെടുന്നില്ല, എല്ലാം ഒന്നിൻ്റെ കീഴിൽ തന്നെ അണിനിരക്കുന്നതിനാൽ അവിടെ ഒരു ക്ലാസസും ഉണ്ടാകുവാനും സാധ്യതയില്ല. ഇതാണ് സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൻ്റെ മെറിറ്റായിട്ട് പറയുക. സ്വാഭാവികപരമായി ഇഫ് ദർ ആർ മെറിറ്റ്സ് ദർ മേ ബി ഡിമെറിറ്റ്സ്. മെറിറ്റ് ഉണ്ടെങ്കിൽ ഡിമെറിറ്റും ഉണ്ടാവും. എന്തിനും നേട്ടത്തോടൊപ്പം കോട്ടങ്ങളും സ്വാഭാവികപരമായിട്ടുണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കോട്ടങ്ങൾ? ഒരു രാജ്യത്ത് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മാത്രം അധികാരത്തിലെത്തുവാൻ സാധ്യത നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് സിംഗിൾ പാർട്ടി സിസ്റ്റം. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഡോമിനേഷൻ, ഒരു മേൽക്കോയ്മയാണെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ദോഷകരമായി ഉണ്ടാവുക? ഒന്നാമതായി, the main defect of one party system is that since the party has a monopoly over the government and politics of the nation, it would tend to become tyrannical and irresponsible. രാജ്യത്തെ വ്യക്തമായ മേധാവിത്വം ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് എത്തപ്പെടുമ്പോൾ അവർ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക്, ഒരു സമഗ്രാധിപത്യ പ്രവണതയിലേക്ക്, ഒരു അടിച്ചമർത്തപ്പെടേണ്ട പ്രവണതയിലേക്ക് ഉത്തരവാദിത്വമില്ലാത്തവരായി മാറാം. കാരണം ചോദ്യം ചെയ്യുവാൻ ആരുമില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികപരമായി അതൊരു ടിറാനിക്കൽ, ഡെസ്പോട്ടിക് ഗവൺമെൻറ്റായി മാറുവാൻ സാധ്യതയുണ്ട്. ഒരു രാജ്യത്തെ ഭരണം ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റമാണ്. ഇറ്റ് റൂത്ത്ലെസ്ലി സപ്രസസ് ആൻഡ് എലിമിനേറ്റ്സ് ഓൾ ഓപ്പോസിഷൻസ്. അങ്ങനെ ഒരു പാർട്ടിയുടെ സമഗ്രാധിപത്യം നിലനിൽക്കുന്ന സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൽ എല്ലാ പ്രതിപക്ഷങ്ങളെയും എല്ലാ എതിർസ്വരങ്ങളെയും അടിച്ചമർത്തപ്പെടുവാൻ സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ ഡിമെറിറ്റ്. 2, there is no alternate government that can be formed and no genuine option for the people at the election. Since there is only a single political party, the people may not have any option. Actually, they are forced to have faith in the single political party. Since there is no option, ഒരു ഓപ്ഷനിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല, മറ്റൊന്നില്ല, ആകെ ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമേ ഉള്ളൂവെങ്കിൽ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ തന്നെ വിശ്വസിക്കുവാൻ, അതിനോട് ചേർന്ന് പോകുവാൻ ജനങ്ങൾ നിർബന്ധിതമായി തീരും. അപ്പോൾ ജനങ്ങൾക്കൊരു ജെന്യുവിനായ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇലക്ഷൻ എന്നത് ഒരു
ഒരു മോശമായൊരു പ്രക്രിയയായിട്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന പ്രക്രിയയ്ക്ക് തന്നെ അർത്ഥമില്ലാതായി മാറും ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൽ. കാരണം ഒരേ ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് ചോയ്സ് ഇല്ല, ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ്റിന് സാധ്യതയുമില്ല എന്നതൊരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മറ്റൊന്ന്, വൺ പാർട്ടി സിസ്റ്റം ലീഡ്സ് ടു എ ടോട്ടാലിറ്റേറിയൻ റൂൾ. ടോട്ടാലിറ്റേറിയൻ റൂൾ എന്ന് പറയുന്നത് സമഗ്രാധിപത്യമാണ്. എല്ലാ മേഖലയെയും അടച്ച് കീഴടക്കി വെക്കുന്ന ആ ഒരു സംവിധാനമാണ് ടോട്ടാലിറ്റേറിയൻ. ടോട്ടലായിട്ട് തന്നെ, സമഗ്രമായിട്ട് തന്നെ ഒരു സമഗ്രാധിപത്യത്തിലേക്ക്, ഒരു ജനാധിപത്യത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒന്നിലേക്ക് മാറുവാൻ സാധ്യതയുണ്ട്. മറ്റൊന്നിട്ട് ലീഡ്സ് ടു ദ റൂൾ ഓഫ് ദി എലൈറ്റ് ആൻഡ് ദ സുപ്രീം ലീഡർ ബിക്കംസ് അൺറിസ്ട്രെയിൻഡ്. അതുപോലെ തന്നെ ഇതൊരു റൂൾ ഓഫ് എലൈറ്റ്സ് ആയിട്ട് മാറും. സമൂഹത്തിലെ ഉന്നതരുടെ ഒരു അധികാര കേന്ദ്രമായിട്ട് സമൂഹത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ളവരുടെ കയ്യിലേക്ക് അധികാരങ്ങൾ ചുരുക്കപ്പെടുകയും ആ അധികാരത്തിൻ്റെ നേതാവ്, ഭരണകർത്താവ് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത രീതിയിലുള്ള വലിയ അധികാര കേന്ദ്രമായി മാറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു വലിയ സമഗ്രാധിപത്യം, ഒരു ഏകാധിപത്യത്തിന് വഴിയൊരുക്കും. മറ്റാർക്കും ഒരു അവസരം ഉണ്ടാകുന്നില്ല ഒരു സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൽ. മറ്റൊന്നിട്ട് ഈസ് prone to commit mistakes and repeat them since there is no opposition to criticize them. അതുപോലെ തന്നെ മറ്റൊരു അപകട സാധ്യതയാണ്, അല്ലെങ്കിൽ ഒരു പോരായ്മയാണ്, ഈ ഗവൺമെൻറ്, സിംഗിൾ പാർട്ടി സിസ്റ്റത്തിലെ ഗവൺമെൻറ് ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആവർത്തിക്കപ്പെടാം. കാരണം ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ, അത് കറക്റ്റ് ചെയ്യുവാൻ അവിടെ ഒരു ഓപ്പോസിഷൻ ഇല്ല, അതിനെ വിമർശിക്കാൻ ഒരു ഓപ്പോസിഷൻ ഇല്ല, എതിരാളികളില്ല. അപ്പോൾ തോന്നിവാസ രീതിയിൽ, അവർക്ക് തോന്നുന്ന രീതിയിൽ ഭരിക്കുവാനുള്ളൊരു സംവിധാനം സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൽ നൽകപ്പെടുന്നു എന്നതാണ് മറ്റൊരു പോരായ്മയായിട്ട് പറയും. ഇതാണ് സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയും. മറ്റൊന്ന് ബൈ പാർട്ടി സിസ്റ്റമാണ്, രണ്ട് പാർട്ടി സമ്പ്രദായം. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദർ ആർ ഓൺലി ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആസ് വി ഹാവ് സീൻ ഇൻ ദ കേസ് ഓഫ് സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടി. ഇൻ ദിസ് സിസ്റ്റം, ഇൻ ബൈ പാർട്ടി സിസ്റ്റം, ദർ മേ ബി മോർ ദാൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. But only two political parties are strong enough to attain political power. സിംഗിൾ പാർട്ടി സിസ്റ്റത്തിലെ പോലെ തന്നെ ഈ ബൈ പാർട്ടി സിസ്റ്റത്തിലും രണ്ട് പാർട്ടികൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥമില്ല. രണ്ടിലധികം പാർട്ടികളുണ്ടാകാം, നിരവധി പാർട്ടികളുണ്ടാവാം. പക്ഷേ രണ്ട് കക്ഷികൾ മാത്രമേ പ്രബല രാഷ്ട്രീയ കക്ഷികളാകുന്നുള്ളൂ. അവർക്ക് മാത്രമേ അധികാരത്തിലെത്താൻ സാധ്യത നിലനിൽക്കുന്നുള്ളൂ. മറ്റെല്ലാം മൈനർ പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അവർക്ക് ഒരിക്കലും ഒരു അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കൽപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ ബൈ പാർട്ടി സിസ്റ്റം എന്നാൽ ടു പാർട്ടി സിസ്റ്റം. ഞാൻ പറഞ്ഞു, ഒരിക്കലും ടു പാർട്ടി സിസ്റ്റം രണ്ട് പാർട്ടി മാത്രമല്ല, മറിച്ച് രണ്ട് മേജർ പൊളിറ്റിക്കൽ പാർട്ടി, ടു ഡോമിനൻ്റ് പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം എന്നാണ് അർത്ഥം. ബൈ പാർട്ടി സിസ്റ്റം ഈസ് റെഫേർഡ് ടു എ പാർട്ടി സിസ്റ്റം വെയർ ഓൺലി ടു പാർട്ടീസ് ഡോമിനേറ്റ് ഇൻ ദ പൊളിറ്റിക്സ് ഓഫ് ദാറ്റ് കൺട്രി. ആ രാജ്യത്തിലെ രാഷ്ട്രീയ രംഗത്തെ ഡോമിനേറ്റ് ചെയ്യുന്നത്, അതിൽ മേൽക്കോയ്മ പുലർത്തുന്നത്, മേധാവിത്വം പുലർത്തുന്നത് രണ്ട് രാഷ്ട്രീയ കക്ഷികൾ മാത്രമാണ്. ദർ മേ ബി അതർ പൊളിറ്റിക്കൽ പാർട്ടീസ്, ബട്ട് ദ ടു മേജർ പാർട്ടീസ് ഓൾട്ടർനേറ്റ് ഇൻ ദി എക്സസൈസ് ഓഫ് പവർ. നിരവധി രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാവാം, പക്ഷേ അധികാരം എപ്പോഴും ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളിൽ മാറി മറിഞ്ഞുമായിരിക്കും. രണ്ട് ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുള്ള രാഷ്ട്രീയ സംവിധാനത്തിനെയാണ് ടു പാർട്ടി സിസ്റ്റം എന്ന് പറയും. Biparty system is prevalent in countries such as USA, UK, Canada, Australia, New Zealand and South Africa. ഇങ്ങനെ രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികൾ അധികാരം മാറി മാറി ഉപയോഗിക്കുന്ന, രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രം രാഷ്ട്രീയ രംഗത്ത് വ്യക്തമായ മേധാവിത്വമുള്ള ടു പാർട്ടി സിസ്റ്റത്തിൻ്റെ ഉദാഹരണങ്ങളാണ് അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അങ്ങനെയല്ല. സിംഗിൾ പാർട്ടി സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. കാരണം കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഒരേ ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ടു പാർട്ടി സിസ്റ്റത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് ടു പാർട്ടി സിസ്റ്റം എന്ന് പറയുക, അല്ലെങ്കിൽ ബൈ പാർട്ടി സിസ്റ്റം എന്ന് പറയുക. അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഇതിനും ചില മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. ഈ രണ്ട് പാർട്ടികൾക്ക് മാത്രം അധികാരത്തിലെത്താൻ സാധ്യതയുള്ള സിസ്റ്റത്തിനും ചില മെറിറ്റും ഡീമെറിറ്റും ഉണ്ടാവാം. അപ്പോൾ അതിലെന്താണ് മെറിറ്റുകൾ? എ ടു പാർട്ടി സിസ്റ്റം എൻഷുവേഴ്സ് സ്റ്റെബിലിറ്റി. ഏകപാർട്ടി സമ്പ്രദായത്തെ പോലെ തന്നെ രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികളായതിനാൽ ഇവിടെയും ഒരു സ്ഥിരതയുള്ള ഭരണകൂടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്നിനെ ബൈ പാർട്ടി സിസ്റ്റം, ദി ഇലക്ഷൻ ഈസ് സിമ്പിൾ. ഇറ്റ് പ്രസൻസ് ജസ്റ്റ് ടു ഓൾട്ടർനേറ്റീവ്സ് ടു ദി വോട്ടേഴ്സ്, മേക്കിംഗ് ഇറ്റ് ഈസി ഫോർ ദം ടു ചോയ്സ്. അതുപോലെ തന്നെ ഇരട്ട പാർട്ടി സമ്പ്രദായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത്
ജനങ്ങളുടെ ഇലക്ഷനിൽ അവരുടെ സെലക്ഷൻ വളരെ എളുപ്പമാണ്. സിൻസ് ദർ ആർ ഓൺലി 2 alternatives, 2 political parties, so this may make the people easy to choose. അപ്പോൾ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയെ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. നൂറുകണക്കിന് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ 2 ഓൾട്ടർനേറ്റീവ് മാത്രമുള്ളപ്പോൾ രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിലിഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുവാനുമുള്ള ജനങ്ങൾക്കുള്ള ഒരു ഈസിനെസ് ഉണ്ടാകും ഒരു 2 പാർട്ടി സിസ്റ്റത്തിൽ. മറ്റൊന്ന്, ദർ ഈസ് ലെസ് ചാൻസസ് ഓഫ് കറപ്ഷൻ. അഴിമതിക്ക് വളരെ സാധ്യത കുറവുള്ള ഒരു സംവിധാനമാണ് ഇരട്ട പാർട്ടി സമ്പ്രദായം. കാരണം ഓപ്പോസിഷനിലുള്ള പാർട്ടി എന്ന് പറയുന്നതും വളരെ സ്ട്രോങ് ആണ്. അവർക്കും ഭരണത്തിലെത്തുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന 2 കക്ഷികളുടെ സാന്നിധ്യമാണ് ഇരട്ട പാർട്ടി സമ്പ്രദായം. അപ്പോൾ ഒരു പാർട്ടി, ദ പാർട്ടി ഇൻ പവർ, അവർ പാർട്ടിക്ക് ഒരിക്കലും ഒരു കറപ്ഷൻ നടത്തിയാൽ ശക്തമായ പ്രതിപക്ഷമുള്ളതിനാൽ അതിന് വളരെയധികം സാധ്യത കുറവാണ്. അപ്പോൾ കറപ്ഷന് വളരെ കുറഞ്ഞ സാധ്യത മാത്രമുള്ള, അഴിമതിക്ക് വളരെ കുറഞ്ഞ സാധ്യതയുള്ള ഒരു ഭരണ സംവിധാനമാണ് 2 പാർട്ടി സിസ്റ്റം. മറ്റൊന്ന്, ഇൻ എ 2 പാർട്ടി സിസ്റ്റം ദി റെസ്പോൺസിബിലിറ്റീസ് ആർ ഈസിലി ഐഡൻറ്റിഫൈഡ്. 1 പാർട്ടി റൂൾസ് ആൻഡ് ദി അതർ ഫോംസ് ദി ഓപ്പോസിഷൻ. അപ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി നിർണ്ണയിക്കപ്പെടുന്നു എന്നതാണ് ഇരട്ടപ്പാർട്ടി സമ്പ്രദായത്തിൻ്റെ മറ്റൊരു മെച്ചം. ഒരു കക്ഷി, 2 കക്ഷികളാണ് പ്രബല കക്ഷികൾ, അതിലൊരു കക്ഷി ഭരിക്കുന്നു, മറുകക്ഷി പ്രതിപക്ഷത്തിരിക്കുന്നു. അപ്പോൾ കൃത്യമാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്. ഭരിക്കുന്ന കക്ഷി രാജ്യത്തിന് വേണ്ടി ഭരിക്കുക, പ്രതിപക്ഷം ആ ഭരണകൂടം തെറ്റായി ചെയ്താൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക എന്ന കൃത്യമായ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആർ ഈസിലി ഐഡൻറ്റിഫൈഡ്. ഓരോരുത്തരിലുള്ള ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെടുന്നു എന്നതാണ് 2 പാർട്ടി സമ്പ്രദായത്തിൻ്റെ മറ്റൊരു മെച്ചമായിട്ട് പറയും. ചില ഡീമെറിറ്റ്സുകൾ, ചില കോട്ടങ്ങൾ ഈ 2 പാർട്ടി സിസ്റ്റത്തിനുണ്ട്. ഒന്നാമതായി, എ 2 പാർട്ടി സിസ്റ്റം ക്യാൻ ലീഡ് ടു എ വെരി സ്ട്രോങ് എക്സിക്യൂട്ടീവ് സപ്പോർട്ടഡ് ബൈ എ മെജോറിറ്റി ഇൻ ദ ലെജിസ്ലേച്ചർ. ദ ക്യാബിനറ്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡിക്റ്റേറ്റർഷിപ്പ്. അപ്പോൾ ഇവിടെയും ഏകപാർട്ടി സമ്പ്രദായത്തിലെ പോലൊരു ഏകാധിപത്യ പ്രവണത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം ഇലക്ഷനിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും ഒരു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വരിക, മറ്റേ കക്ഷി പ്രതിപക്ഷത്തായിരിക്കും. അപ്പോൾ അടുത്ത ഇലക്ഷൻ വരെ നിയമസഭയിലടക്കം ഭൂരിപക്ഷമുള്ളതിനാൽ അവരുടേതായ രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഭരിക്കുവാൻ, അവരുടേതായ രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം അവർക്ക് വ്യക്തമായി ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. തൂക്കുമന്ത്രിസഭകളല്ല, വ്യക്തമായ ഭൂരിപക്ഷത്തിലായതിനാൽ ശക്തമായി അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നത് ഒരു പോരായ്മയാണ്. ചിലപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ മോശമാണെങ്കിൽ അതിനെ മാറ്റുവാൻ ഒരവസരവും ഉണ്ടാകുന്നില്ല അടുത്ത ഇലക്ഷൻ വരെ. മറ്റൊന്ന്, ഇൻ ദി സിസ്റ്റം ദ ചോയ്സ് ഓഫ് ദി വോട്ടേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ഓൺലി 2 ഓൾട്ടർനേറ്റീവ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. മറ്റൊന്ന്, ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് എന്ന 2 ഓൾട്ടർനേറ്റീവ് മാത്രം. 2 പ്രബല കക്ഷികൾ, മറ്റ് കക്ഷികൾ, ചെറിയ കക്ഷികൾ ഉണ്ടെങ്കിലും അവർക്കൊരിക്കലും അധികാരത്തിലെത്താൻ സാധിക്കില്ല. അപ്പോൾ ജനങ്ങൾക്ക് ആകെ 2 ഓൾട്ടർനേറ്റീവേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ 2ൽ ഒന്ന് സ്വീകരിക്കുവാൻ ജനങ്ങൾ നിർബന്ധിതമായി തീരുന്നു എന്നതാണ് 2 പാർട്ടി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പോരായ്മയായി പറയപ്പെടുക. മറ്റൊന്നിനെ ബൈ പാർട്ടി സിസ്റ്റം, the ruling party might ignore the opposition or even public opinion because it is secure by virtue of its majority. 2 പാർട്ടി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ്, അവർ പലപ്പോഴും പൊതുജനാഭിപ്രായത്തെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ തന്നെ അവഗണിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അവർ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിലെത്തിയിരിക്കുക. അടുത്ത ഇലക്ഷൻ വരെ അവരുടെ സ്ഥാനം സുരക്ഷിതമാണ്. അപ്പോൾ സുരക്ഷിതമായിരിക്കുന്നതിനാൽ പൊതുജനാഭിപ്രായത്തിനെതിരാണെങ്കിൽ പോലും അവർ തിരഞ്ഞെടുക്കപ്പെട്ട കാലയളവിൽ അവർക്ക് ഭരിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ പൊതുജനാഭിപ്രായത്തെ ഇഗ്നോർ ചെയ്യാൻ സാധ്യതയുണ്ട്, അവഗണിക്കാൻ സാധ്യതയുണ്ട്, ഓപ്പോസിഷനെയും അവഗണിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഇലക്ഷൻ വരെ വളരെ സുരക്ഷിതമാണ് എന്ന ചിന്ത അവരെ ഈ നടപടിക്ക് പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പോരായ്മ, എ 2 പാർട്ടി സിസ്റ്റം ഇംപ്ലൈസ് ദാറ്റ് ബോത്ത് ദ പാർട്ടീസ് മസ്റ്റ് ബി വെൽ ഡിസിപ്ലിൻഡ് and the rigidity of the party discipline nullifies the freedom of the party members to make their own decisions. അതുപോലെ തന്നെ 2 പാർട്ടീസ് മാത്രമേ ഉള്ളെങ്കിൽ ഇത് രണ്ടും കേഡർ പാർട്ടികളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവിടെ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടാകാൻ സാധ്യതയില്ല. പാർട്ടി അണികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ശക്തമായ പാർട്ടി സെറ്റപ്പിൽ, സ്ട്രക്ചറിലാണ് ഉണ്ടാക്കപ്പെടുക.
അപ്പോൾ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾക്ക് ശക്തമായ പ്രാധാന്യമുണ്ടാകുവാൻ, അതുവഴി ജനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടി മെമ്പേഴ്സിൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയില്ലാതാകുവാനും സാധ്യതയുള്ള ഒരു 2 പാർട്ടി സിസ്റ്റത്തിൽ എന്നാണ് പറയപ്പെടുക. പാർട്ടി സിസ്റ്റത്തിൽ മൂന്നാമതായി മൾട്ടി പാർട്ടി സിസ്റ്റം, ബഹുപാർട്ടി സമ്പ്രദായം. എ മൾട്ടി പാർട്ടി സിസ്റ്റം ഈസ് ദാറ്റ് ഇൻ വിച്ച് at least 3 or more parties regularly secure a substantial number of votes and public offices, and usually a single party is not able to secure an absolute majority to form the government. സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൽ നിന്നും 2 പാർട്ടി സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമായി ബഹുപാർട്ടി സമ്പ്രദായത്തിൽ 3 അതിലധികമോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഉണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മിനിമം 3 പാർട്ടികളെങ്കിലും അധികാരത്തിലെത്തുവാൻ സാധ്യതയുള്ള സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളായിരിക്കും. ദർ മേ ബി നമ്പർ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ആർക്കും അധികാരത്തിലെത്താം. ഏറ്റവും കുറഞ്ഞത് 3 പ്രബല രാഷ്ട്രീയ കക്ഷികൾക്കെങ്കിലും ഭരണത്തിലെത്തുവാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ശക്തിയുണ്ട്, സ്വാധീനമുണ്ട് എന്നതാണ് മൾട്ടി പാർട്ടി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇൻ എ മൾട്ടി പാർട്ടി സിസ്റ്റം ദർ ആർ നമ്പർ ഓഫ് മേജർ പാർട്ടീസ്. 3 അതിലധികമോ പ്രമുഖമായ രാഷ്ട്രീയ കക്ഷികൾ തന്നെ ഉണ്ടാവാം മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ. ഇറ്റ് ഈസ് വെരി റയർ ഫോർ എ സിംഗിൾ പാർട്ടി ടു വിൻ എ മെജോറിറ്റി ഓഫ് വോട്ട്സ് ഓർ സീറ്റ്സ് ഇൻ ദ ലെജിസ്ലേച്ചർ ടു ഫോം ദി ഗവൺമെൻറ്. ഇങ്ങനെ ഒരു ബഹുപാർട്ടി സമ്പ്രദായത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷികൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം, നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. കൂട്ടുകക്ഷി മന്ത്രിസഭകൾ രൂപീകരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം മിക്കവാറും ഒരുപാട് പാർട്ടികൾ ഒരേപോലെ ശക്തമാണ്. അപ്പോൾ ഏത് പാർട്ടിക്കും അധികാരത്തിലെത്തുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് ബഹുപാർട്ടി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത. മൾട്ടി പാർട്ടി സിസ്റ്റം പ്രിവെയിൽസ് ഇൻ മെനി കൺട്രീസ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിലെ നിരവധി രാജ്യങ്ങളിൽ ബഹുപാർട്ടി സമ്പ്രദായം നിലവിലുണ്ട്. പ്രസൻ്റ്ലി ഇന്ത്യ ഓൾസോ ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ് കാറ്റഗറി. ഇപ്പോൾ ഇന്ത്യയും മൾട്ടി പാർട്ടി സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഫോർ ദി ഫസ്റ്റ് 3 decades until 1977 ഇന്ത്യ വാസ് ആൻ എക്സാമ്പിൾ ഫോർ സിംഗിൾ പാർട്ടി സിസ്റ്റം. 1977 വരെ ഇന്ത്യ സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഉദാഹരണമായിരുന്നു. ബിക്കോസ് ഓൺലി ദി കോൺഗ്രസ് പാർട്ടി കുഡ് മേക്ക് ദി ഗവൺമെൻറ്. ബട്ട് ആഫ്റ്റർ 1977 വി ക്യാൻ സീ ദാറ്റ് ദർ ആർ number of major political parties and there is no domination of one political party. 1977 ശേഷം കോൺഗ്രസ് എന്ന ഒറ്റപ്പാർട്ടി സമ്പ്രദായത്തിൽ നിന്നും മാറി നിരവധി രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രാമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമായി, രാഷ്ട്രീയ രംഗമായി ഇന്ത്യൻ രാഷ്ട്രീയം മാറി. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ബഹുപാർട്ടി സമ്പ്രദായത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് പറയപ്പെടുക. അങ്ങനെ നിരവധി രാജ്യങ്ങൾ യൂറോപ്പിലും ഇപ്പോൾ ഇന്ത്യയും ബഹുപാർട്ടി സമ്പ്രദായമാണ് നിലനിൽക്കുക. അതായത് 3 അതിലധികമോ പ്രബലമായ രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിലെത്താൻ സാധ്യതയുള്ള സംവിധാനത്തിനെയാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുക. അതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് മോർ ഡെമോക്രാറ്റിക് ദാൻ എനി അതർ സിസ്റ്റം. മറ്റ് 2 സംവിധാനങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ജനാധിപത്യപരമായിട്ടുള്ളത് ഇതാണ്. In a multi-party system, the government is more responsive to public opinion. It cannot ignore any section of interest or opinion, as it would sometimes lead to the downfall of the ministry. മറ്റ് 2 സംവിധാനങ്ങളിൽ നിന്നും 2 സിസ്റ്റങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൊതുജനാഭിപ്രായത്തിന് വളരെയധികം ശക്തിയുള്ള, സ്വാധീനമുള്ള ഒന്നാണ് ബഹുപാർട്ടി സമ്പ്രദായം. ഒരു വിഭാഗത്തെയും മാറ്റി നിർത്തുവാൻ ഗവൺമെൻറ് രൂപീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് സാധിക്കില്ല. കാരണം ഒരു രാഷ്ട്രീയ കക്ഷിക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടാകുന്നില്ല. അപ്പോൾ എല്ലാ ജനങ്ങളെയും, എല്ലാ ജനങ്ങളുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുവാൻ, ഒരു വിഭാഗത്തെയും മാറ്റി നിർത്താതിരിക്കുവാനും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് ബഹുപാർട്ടി സമ്പ്രദായത്തിൽ രാഷ്ട്രീയ കക്ഷികൾ നിൽക്കും. അല്ലെങ്കിൽ അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും ബഹുപാർട്ടി സമ്പ്രദായത്തിൽ. കാരണം വ്യക്തമായ ഭൂരിപക്ഷം ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഇല്ല എന്നതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഇൻ എ മൾട്ടി പാർട്ടി സിസ്റ്റം പീപ്പിൾ ഹാവ് ഇനഫ് ചോയ്സ്. ഈ ബഹുപാർട്ടി സമ്പ്രദായത്തിൻ്റെ മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. 3 അതിലധികമോ പ്രബലമായ രാഷ്ട്രീയ കക്ഷികൾ, വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ ആശയങ്ങൾ, പ്രോഗ്രാംസ്, പോളിസീസ്. അപ്പോൾ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ജനാധിപത്യപരമായ അവകാശം, ജനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ, അവസരങ്ങൾ ലഭ്യമാകുന്നു മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ എന്നതാണ്.
ഇതാണ് മൾട്ടി പാർട്ടി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായിട്ട് പറയും. എന്തൊക്കെയാണ് അതിൻ്റെ കോട്ടങ്ങൾ? ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് മൾട്ടി പാർട്ടി സിസ്റ്റം ഈസ് ദി ഇൻസ്റ്റെബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ്. മറ്റ് സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ഥിരതയില്ലാത്ത ഗവൺമെൻറ് ആയിരിക്കാം മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ. കാരണം ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ, മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ സർക്കാരുകൾ രൂപീകരിക്കുന്നതിനാൽ എപ്പോൾ വേണമെങ്കിലും താഴെ പോകുവാൻ, എപ്പോൾ വേണമെങ്കിലും അധികാരത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ഇതൊരു ഇൻസ്റ്റേബിളായ, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു സർക്കാരായിരിക്കാനാണ് സാധ്യതയെന്നാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോരായ്മ. രണ്ട്, ദ ലെജിസ്ലേച്ചർ ബിക്കംസ് എ ഹോട്ട് ബെഡ് ഓഫ് ഇൻട്രൂഗ്സ് ആൻഡ് ഹോഴ്സ് ട്രേഡിംഗ്. അപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ഒരു രാഷ്ട്രീയ കക്ഷിക്കില്ലാത്തതിനാൽ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ എപ്പോഴും കുതിരക്കച്ചവടത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ ഇന്ത്യയിൽ കണ്ടിരുന്നു, പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിന് ശേഷം MLA-മാരെ വിലക്കെടുക്കുന്ന, ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടി, ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതിരക്കച്ചവടം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വ്യക്തമായ ഭൂരിപക്ഷം ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഇല്ലാത്തതിനാലാണ്. അപ്പോൾ അതൊരു വലിയ പോരായ്മയാണ്. കാരണം നിയമസഭയിലെ അംഗങ്ങളുടെ ഇടയിൽ കുതിരക്കച്ചവടത്തിനും അതുപോലെ തന്നെ അഴിമതിക്കും മറ്റും മോശമായ പ്രവണതകൾക്കും സാധ്യതയുണ്ടാക്കുന്നു മൾട്ടി പാർട്ടി സിസ്റ്റം. കാരണം ഇവിടെ വ്യക്തമായ ഭൂരിപക്ഷം ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഉണ്ടാകുന്നില്ല എന്നത്. ദർ ഇസ് നോ കണ്ടിന്യൂറ്റി ഓഫ് പോളിസി ഓർ പ്രോഗ്രാംസ് ഫോർ ദി ഗവൺമെൻറ്. മാറി മാറി ഗവൺമെൻറ്റുകൾ വരാം, രാഷ്ട്രീയ കക്ഷികൾ മാറി മാറിയായിരിക്കാം ഭരിക്കുക. അപ്പോൾ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്നില്ല, നയങ്ങളുടെ തുടർച്ച ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ തന്നെ LDF ഭരിക്കുന്നു, പിന്നീട് UDF വരുന്നു, UDF ഭരിക്കുന്നു, പിന്നീട് LDF വരുന്നു. അപ്പോൾ കണ്ടിന്യൂറ്റി ഇല്ലാത്തതിനാൽ ഒരു മുന്നണിയുടെ, ഒരു പാർട്ടിയുടെ പ്രോഗ്രാംസ്, പോളിസികൾ അത് അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ തുടരാൻ കഴിയുമോ എന്നറിയില്ല. കാരണം മറ്റു കക്ഷികളാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ പാർട്ടിയുടെ പ്രോഗ്രാമുകൾ അവിടെ നിർത്തിവെക്കുകയും അവിടെ പ്രോഗ്രാമുകൾ നടപ്പിലാക്കുകയും ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഓഫ് പോളിസി ഉണ്ടാകുന്നില്ല എന്നത് മറ്റൊരു പോരായ്മയാണ്. മറ്റൊന്ന്, ദി ഗവൺമെൻറ് ഈസ് കമ്പൽഡ് ടു മേക്ക് എനി പൊളിറ്റിക്കൽ കോംപ്രമൈസ് ആൻഡ് ഗ്രാൻഡ് കൺസെഷൻസ് ടു ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടീസ് ഇൻ ഓർഡർ ടു റിമെയിൻ ഇൻ പവർ. അതുപോലെ തന്നെ പല വിട്ടുവീഴ്ചകൾക്കും നിൽക്കേണ്ടതായിട്ട് വരും ഗവൺമെൻറ്റിന്. കാരണം അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് പല പാർട്ടികളുടെ, പല വിഭാഗങ്ങളുടെ, പല സെക്ഷനുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഭരിക്കുക. അപ്പോൾ പലപ്പോഴും പല വിട്ടുവീഴ്ചകളും ചെയ്യാൻ നിർബന്ധിതമായി തീരും ഗവൺമെൻറ്. സമുദായങ്ങളുടെ, മറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ, നിരവധിയായിട്ടുള്ള വിഭാഗങ്ങളുടെ എല്ലാം സമ്മർദ്ദത്തിന് അടിപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കാരണം വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുന്നില്ലാത്തതിനാൽ എല്ലാ വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തുവാൻ രാജ്യതാൽപര്യം പോലും ബലികഴിപ്പിച്ചുകൊണ്ട് പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ നിർബന്ധിതമായി തീരാൻ സാധ്യതയുണ്ട്. ദിസ് ലീഡ്സ് ടു പൊളിറ്റിക്കൽ കറപ്ഷൻ. അപ്പോൾ ഒരു രാഷ്ട്രീയ അഴിമതിയുടെ ഒരു രംഗമായി ഇത് മാറും. കാരണം വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ ചെറിയ കക്ഷികൾ പോലും വലിയ വാക്കുള്ളവരായി മാറുമ്പോൾ, വലിയ ശക്തരായി മാറുമ്പോൾ, പല വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ, പലരുടെ അഴിമതികൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരുമ്പോൾ രാഷ്ട്രീയ രംഗം അഴിമതിയുള്ളതായിട്ട് മാറുവാൻ സാധ്യതയുണ്ട് ഒരു മൾട്ടി പാർട്ടി സമ്പ്രദായത്തിൽ. അതുപോലെ തന്നെ മൾട്ടി പാർട്ടി സിസ്റ്റം കൺഫ്യൂസസ് ദി വോട്ടേഴ്സ്. മൾട്ടി പാർട്ടി സിസ്റ്റം അതുപോലെ തന്നെ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുക. സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമേ ഉള്ളൂ. അതിൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ, രാഷ്ട്രീയ ഐഡിയോളജി, പ്രത്യയശാസ്ത്രം എല്ലാം ജനങ്ങൾക്കറിയാം. രണ്ട് പ്രബല പാർട്ടി സമ്പ്രദായമാണെങ്കിലും രണ്ട് ഓൾട്ടർനേറ്റീവ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിരവധിയായ രാഷ്ട്രീയ കക്ഷികൾ, പ്രബലമായ രാഷ്ട്രീയ കക്ഷികൾ ഉള്ളതിനാൽ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടാകുന്നില്ല. അത് ടോട്ടൽ കൺഫ്യൂഷൻ ആക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ അജണ്ടകൾ, അവരുടെ പ്രോഗ്രാമുകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അവബോധമുണ്ടാകാൻ സാധ്യത കുറവാണ് മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ. കാരണം നിരവധി പാർട്ടികളുടെ സാന്നിധ്യമാണ് ഇത് ഇങ്ങനെയാക്കി തീർക്കുക. ഫൈനലായി, ഇൻ ദി സിസ്റ്റം ദ കമ്മ്യൂണിറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു മ്യൂച്വലി ഓപ്പോസിങ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ്. അതുപോലെ തന്നെ ഈ മൾട്ടി പാർട്ടി സമ്പ്രദായത്തിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെടുകയും പല താല്പര്യക്കാരായി മാറ്റപ്പെടുകയാണ്. സിംഗിൾ പാർട്ടി സിസ്റ്റത്തിലാണെങ്കിൽ നാഷണൽ ആൻഡ് സോഷ്യൽ യൂണിറ്റി നമുക്കറിയാം. ടു പാർട്ടി സിസ്റ്റത്തിലാണെങ്കിൽ രണ്ട് ഓൾട്ടർനേറ്റീവേ ഉള്ളൂ. സമൂഹം വലിയ രീതിയിലല്ല ഡിവൈഡ് ചെയ്യപ്പെടുക. ഇവിടെ സമൂഹം വലിയ രീതിയിൽ ഡിവൈഡ് ചെയ്യപ്പെടുകയും വ്യത്യസ്ത താല്പര്യങ്ങളുടെ, വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടായ്മയായിട്ട് മാറ്റപ്പെടുകയും അങ്ങനെ ഒരു യൂണിറ്റി എന്നൊരു സംവിധാനം ഈ മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു വലിയ പോരായ്മയായിട്ടാണ് മൾട്ടി പാർട്ടി സിസ്റ്റത്തെക്കുറിച്ച് പറയുക.
അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റംസ്. അപ്പോൾ പാർട്ടി സിസ്റ്റംസിൻ്റെ സാധാരണ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ പാർട്ടി, ടു പാർട്ടി, ബൈ പാർട്ടി, മൾട്ടി പാർട്ടി സിസ്റ്റം എന്നല്ല പറയുക. മറിച്ച് നാഷണൽ പാർട്ടി, റീജിയണൽ പാർട്ടി, മൈനർ പാർട്ടീസ് അങ്ങനെയാണെങ്കിലും ഇവിടെ പാർട്ടി സിസ്റ്റത്തിനെ കുറിച്ചാണ് സംസാരിക്കുക. പാർട്ടി സിസ്റ്റത്തിൽ 3 തരത്തിലുള്ള സംവിധാനമാണ്. ഒരു പാർട്ടിക്ക് മാത്രം വ്യക്തമായ മേധാവിത്വമുള്ള, മറ്റൊരു രാഷ്ട്രീയ കക്ഷികൾക്കും ഭരണത്തിലെത്താൻ സാധ്യതയില്ലാത്ത സിംഗിൾ പാർട്ടി സിസ്റ്റം. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും. ചൈനയാണ് ഏറ്റവും വലിയ ഉദാഹരണം. 2 ടു പാർട്ടി സിസ്റ്റം. അതിനർത്ഥം 2 പ്രബല രാഷ്ട്രീയ കക്ഷികൾ, അതിനർത്ഥം മറ്റു പാർട്ടികളില്ലെന്നല്ല, 2 കക്ഷികൾക്ക് മാത്രമേ അധികാരത്തിലെത്താൻ സാധ്യതയുള്ളൂ. അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെ, കോട്ടങ്ങൾ എന്തൊക്കെ? അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ് പോലുള്ള ഇഷ്ടംപോലെ രാജ്യങ്ങൾ, നിരവധി രാജ്യങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ മൾട്ടി പാർട്ടി സിസ്റ്റം, ബഹുപാർട്ടി സമ്പ്രദായം. 3 അതിലധികമോ പ്രബലമായ രാഷ്ട്രീയ കക്ഷികൾ, 3 ആകാം, 4 ആകാം, 5 ആകാം, 10 ആകാം. ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ പ്രബലമായിട്ടുള്ളത്, ഏറ്റവും കുറഞ്ഞത് 3 പ്രബല രാഷ്ട്രീയ കക്ഷികളുള്ള, ആർക്കും അധികാരത്തിലെത്താൻ സാധ്യതയുള്ള ഓപ്പൺ ആയിട്ടുള്ളൊരു സംവിധാനമാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുക. അതിനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ദിസ് ഈസ് ഓൾ അബൌട്ട് പാർട്ടി സിസ്റ്റംസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ദ പാർട്ടി സിസ്റ്റം is divided into 3: single party system, bi-party system and multi-party system. Thank you.